കുട്ടൻ്റെ 40ാമത്തെ മറ്റേ ഹാപ്പി ബർത്ത്ഡേ ആണ്. കാരണം അവൻ ഇപ്പം ഇവിടെ ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വിഷമമുണ്ട്. കാരണം അത് ആഘോഷിക്കാനായിട്ട് പറ്റിയൊരു സാഹചര്യം ഇവിടെ ഇല്ലല്ലോ. 25 പിറന്നാൾ ആഘോഷങ്ങൾ നല്ല വിപുലമായ രീതിയിൽ ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്തിയിരുന്നു. അന്ന് പിന്നെ ഞങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് കുട്ടൻ്റെ അമ്മായിയും അമ്മാവനും എല്ലാവരും കൂടെ ചേർന്ന് നല്ല രീതിയിൽ പിറന്നാൾ ആഘോഷമൊക്കെ നടത്തിയിരുന്നു. എന്തായാലും അവന് 40ാമത്തെ ജന്മദിനം എന്ന് പറയുമ്പോൾ ഈ 40 എന്നുള്ളത് വെറും ഒരു സംഖ്യ മാത്രമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കാരണം അവൻ ഞങ്ങളെ സംബന്ധിച്ച് കുട്ടി തന്നെയാണ് ഇപ്പോഴും. അവൻ്റെ ഈ 40ാമത്തെ ജന്മദിനത്തിന് അവനും അവൻ്റെ കുടുംബത്തിനും എല്ലാ ഭാവുകങ്ങളും ഞങ്ങൾ നേരുകയാണ്. വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അന്ന് ഞങ്ങൾ തലേദിവസം തന്നെ നിന്നെ പ്രസവിക്കുന്നതിൻ്റെ തലേദിവസം തന്നെ അവിടെ അഡ്മിറ്റായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെയും പിറന്നാളാണ് അപ്പോഴത്തേക്കും മുത്തശ്ശിയൊക്കെ തലേദിവസം തന്നെ എത്തിയിരുന്നു. എല്ലാ വർഷവും മുത്തശ്ശി എൻ്റെ പിറന്നാളിന് വരും. പിന്നെ ആയപ്പോഴത്തേക്കും നിൻ്റെ പിറന്നാളിനായി. എൻ്റെ പിറന്നാളൊക്കെ എല്ലാവരും വിട്ടുപോയി. അങ്ങനെയാണ്. പിന്നെ അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും നിനക്ക് വലിയ കുട്ടിയായി, ചെറിയ ഓരോ കളികളായി. അപ്പോൾ എന്നോട് ആരാവണം എന്ന് ചോദിച്ചാൽ നീ പറയും എനിക്ക് ആനക്കാരനായാൽ മതി. ആനക്കാരനായ ആനയൊക്കെ എപ്പോഴും കാണാമല്ലോ, അതായിരിക്കാം. ഇഷ്ടംപോലെ ആന അന്ന് എപ്പോഴും നിനക്ക് അതിനോടുള്ള ഒരു അഭിരാമം ഉണ്ടായിരുന്നു. എപ്പോഴും നിനക്ക് ആനയോട് ഇഷ്ടമാണ്, അതെനിക്കറിയാം. ഞാൻ ഉത്സവം കാണാനും ഒക്കെ ഇൻട്രസ്റ്റ് ആണല്ലോ. അങ്ങനെ ഇപ്പോഴും 40 വയസ്സായി എന്ന് പറഞ്ഞാലും ഇപ്പോഴും ഞങ്ങൾക്ക് ഈ കുട്ടിയായിട്ട് തന്നെയാണ് എൻ്റെ ഓർമ്മയിൽ. പണ്ടത്തെ കാലങ്ങളാണല്ലോ നമുക്ക് ഓർമ്മ വരിക കൂടുതലും. 20 വയസ്സ് വരെയൊക്കെ ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് തന്നെ പിറന്നാളൊക്കെ ആഘോഷിച്ചിരുന്നു. പിന്നെ പ്രായമായ ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞ പിള്ളേർ അവരുടെ പാട്ടിന് പോകുമല്ലോ. പിന്നെ അത്രയ്ക്കൊന്നും ഭംഗിയായിട്ട് പിന്നെ ഒന്നും അങ്ങനെ ആഘോഷം കുറഞ്ഞു. അങ്ങനെയൊക്കെയാണ്. എന്തായാലും എല്ലാവിധ ആരോഗ്യ സൗഖ്യവും നല്ലൊരു ജീവിതവും നിനക്ക് ആശംസിക്കുന്നു. അതോടൊപ്പം എൻ്റെ കുടുംബത്തിനും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഉപദേശം എല്ലാവരെയും രക്ഷിക്കട്ടെ. നമസ്കാരം. കുട്ടാ, ഇന്ന് പിറന്നാളാണല്ലോ അല്ലേ? പിറന്നാൾ ആശംസകൾ. ആരോഗ്യ സൗഖ്യത്തോടുകൂടി ഇരിക്കട്ടെ. പഴയ കാലങ്ങളൊക്കെ വല്ല ഓർമ്മയുണ്ടോ? ഉണ്ടോന്നറിയില്ല. എന്തായാലും ഉമേഷ് ചേട്ടൻ്റെ അവിടെ പോയി പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് വന്ന് പൂമ്പാറ്റ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് അമ്മയൊക്കെ കൊണ്ടുവന്ന് വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മയൊക്കെ കൊണ്ട് തരാറില്ലേ? അത് നിന്നെ മടിയിൽ ഇങ്ങനെ കിടത്തി ഇങ്ങനെ ആട്ടി നീ കഥയും കേട്ട് കിടന്നങ്ങനെ ഉറങ്ങും. എന്തായാലും അതൊക്കെ ഒരു കാലം. അമ്മാവൻ്റെ അമ്മയുടെ ആശംസകളും അനുഗ്രഹങ്ങളും എല്ലാം നിനക്കുണ്ടാവും. നിനക്ക് മാത്രമല്ല നിന്റെ ഫാമിലിക്കും ഉണ്ടാവും. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ശ്രീയേട്ടാ. ശ്രീകുട്ടൻ്റെ 40 വയസ്സായി എന്ന് പറയുമ്പോൾ കുറേ ഓർമ്മകളാണ് മനസ്സിൽ വരുന്നത്. ശ്രീകുട്ടന് വലിയ മാറ്റമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടും ഒരു കുറുമ്പൊന്നും അധികം ഇല്ലാത്ത, എല്ലാവരുടെ അടുത്തും നല്ല സ്നേഹമായിട്ടിരിക്കുന്ന
ഒരു വാശിയൊന്നും ഇല്ലാത്തൊരു കുഞ്ഞ് പാവമാവായിരുന്നു. ഇപ്പോഴും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നത്. പിന്നെ അന്നത്തെ ആ കാലത്ത് എന്നെ അക്കാന്ന് വിളിക്കണ കുറച്ച് കുട്ടികളിൽ ഏറ്റവും ചെറുതായിരുന്നു കുട്ടൻ. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുപോലെ കൊഞ്ചിച്ച് അങ്ങനെ കളിച്ച് ഇതായിരുന്നതാണ്. ഇന്നത്തെ പോലെ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലമല്ലേ. പക്ഷെ അപ്പോൾ അന്ന് പാലക്കാട്ടിൽ നിന്ന് തൃപ്പൂണിത്തുറയ്ക്ക് വരിക, അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് പാലക്കാട്ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദൂരം പോലെയൊക്കെ ഫീൽ ചെയ്തിരുന്നൊരു കാലമാണ്. അപ്പോൾ ആ സമയത്ത് ശ്രീകുട്ടൻ ഞങ്ങളുടെ കൂടെ തന്നെ വന്ന് പാലക്കാട് വന്ന് നിൽക്കുമായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഓർത്താൽ മനസ്സിൽ ശ്രീകുട്ടൻ്റെ അന്നത്തെ ആ ഫേസും കളികളും ഒക്കെയാണ് മനസ്സിലുള്ളത്. ഇപ്പോഴും ഒരു പിങ്ക് ഉടുപ്പ്, ഒരു നീല ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇപ്പോഴും ശ്രീകുട്ടൻ്റെ ഫോട്ടോസും വീഡിയോസും അതെല്ലാം കാണുമ്പോൾ അന്നത്തെ ആ ശ്രീകുട്ടൻ്റെ ഞാൻ ഓരോ വീഡിയോയിലും അല്ലെങ്കിൽ ഓരോ ഫോട്ടോയിലും ഓരോ പോസ്റ്റിലും ഞാൻ പഴയ ശ്രീകുട്ടനെയാണ് കാണുക. ഇപ്പം ഒന്ന് എന്താ പറയുക, അത്രയും ലൈവായിട്ട് മനസ്സിലുള്ള ഓർമ്മകളാണ് അതെല്ലാം. ഇന്നിപ്പോൾ ശ്രീകുട്ടന് 40 വയസ്സാവുകയാണ്. അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ ഹാപ്പി ബർത്ത്ഡേ. ഇതേപോലെ തന്നെ എന്നും സന്തോഷമായിട്ട് ആരോഗ്യത്തോടെ നല്ല സമാധാനത്തോടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ശ്രീകുട്ട. Happy birthday, Shrikota. All your dreams will come true. God bless you. ഹാപ്പി ബർത്ത്ഡേ ശ്രീചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ. ഹലോ സ്വാമി, എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണോ? അപ്പോൾ ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഹലോ, നമസ്കാരം സ്വാമി. ഒത്തിരി നാളായി നമ്മൾ കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു 8-10 വർഷം ആയി നമ്മളിപ്പോൾ മീറ്റ് ചെയ്തിട്ട്. എനിവേ സ്വാമി, നമ്മൾ അന്നത്തെ MCAക്ക് പഠിക്കുമ്പോഴുള്ള പല പ്രോഗ്രാംസും കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ ബാച്ചിലെ ഏറ്റവും സുമുഖനുമായിട്ടും അതുപോലെ തന്നെ സുന്ദരനായിട്ടും ചിരിയോടെ ചെറുപുഞ്ചിരിയോടെ എല്ലാം ഫേസ് ചെയ്യുന്ന നമ്മുടെ സ്വാമി. എനിവേ സ്വാമി, നമുക്ക് പിന്നീട് മീറ്റ് ചെയ്യാം. എനിവേ എല്ലാവിധ ആശംസകളും ബർത്ത്ഡേ വിഷസും നേരുന്നു. താങ്ക് യു. സ്വാമി, ഹാപ്പി ബർത്ത്ഡേ. ഹലോ ശ്രീജിത്ത്, നമസ്കാരമുണ്ട്. എന്തുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. ജീവിതം അടിപൊളിയാവട്ടെ. പുതിയൊരു വർഷത്തിലേക്ക് കാലുവയ്ക്കുന്ന നമ്മുടെ സ്വാമിക്ക് 1000 ജന്മദിനാശംസകൾ. എടാ ശ്രീകുട്ട, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഞങ്ങളുടെ ശ്രീകുട്ടന് ദീർഘായുസ് ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. ബൈ എടാ കുട്ട. ഹാപ്പി ബർത്ത്ഡേ കുട്ട. എന്ത് പറയുന്നു? സദ്യയൊക്കെ ഒരുക്കുമ്പോൾ ഈ അച്ഛനെയും അമ്മയും കൂടി ഓർക്കണം. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. കുട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കുട്ടൻ്റെ ആ ചിരിയില്ലേ, ആ ചിരി സംസാരം കുറഞ്ഞാൽ എന്താ, ചിരിക്ക് യാതൊരു ക്ഷാമവുമില്ല. നല്ലൊരു ചിരി തന്നെ മോനാണ്. എന്താ പറയുക, കുട്ടൻ ഞങ്ങളുടെ മൂത്ത മകൻ. ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങളൊപ്പം ചേർന്ന് നിന്ന് എല്ലാം ചെയ്തു തരുന്ന നല്ലൊരു കറക്റ്റാണ്, ശരി. കുട്ടേട്ടാ, എന്തൊക്കെയാ വിശേഷം? ഹാപ്പി ബർത്ത്ഡേ. I know you're not a very naughty boy, so no point saying naughty 40. But have a wonderful year, have a wonderful day, and wishing you all that happiness and joy that you deserve. നമ്മുടെ ടെമ്പിൾ ഗോയിങ് വിസിറ്റ്സ് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാംഗ്ലൂർ ബൺസും കോഫിയും ചർച്ചകളും. അപ്പോൾ പെരുന്നാൾ ആശംസകൾ. Have a wonderful year. And I have someone else who wants to wish you. Kari. Mr. Kutan, wish you happy birthday and all that is good that God shower on you.
prosperity, good health, and all the happiness in the family. And I remember when I met you first, that you were a bulbuli, what we call in Konkani, round child. I forgot her name. Pathukutti. I remember her very much. And I wish you all that is good, and God bless you. Thank you. ഹാപ്പി ബർത്ത്ഡേ കുട്ടാ. ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ലാസ്റ്റ് 2 വർഷങ്ങളായിട്ട് എല്ലാ ആഘോഷങ്ങളും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഇത്തവണ ഞങ്ങൾ നാട്ടിലാണല്ലോ. അപ്പോൾ ബർത്ത്ഡേ വിഷസ് ഒക്കെ അറിയിക്കുകയാണ്. പിന്നെ ഇതിനോടുകൂടി നമ്മളന്ന് ജബൽ ജയ്സിൽ സൺറൈസ് കാണാൻ പോയതും ആലോചിക്കുകയാണ്. അതൊരു 1.5 പോക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ബർത്ത്ഡേ നന്നായിട്ട് നടക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. സഹൃദകൃതരായ നാട്ടുകാരെ, കുട്ടന്റെ പിറന്നാൾ അനുബന്ധിച്ച് നാടൻ ഫാമിലി അവതരിപ്പിക്കുന്ന ഒരു കൊച്ചു ഗാനമേളയാണ്. അടുത്തൊരു മണിയോടുകൂടി ഗാനമേള ആരംഭിക്കട്ടോ. ഹാപ്പി ബർത്ത്ഡേ കുട്ടേട്ടാ. ഞാൻ കുട്ടന്റെ കൂടെ കുട്ടന്റെ വീട്ടില് മുട്ടക്കറി തിന്ന്. ഹാപ്പി ബർത്ത്ഡേ കുട്ടേട്ടാ, ഹാപ്പി ബർത്ത്ഡേ കുട്ടേട്ടാ. കുട്ടാ മോനെ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ കുട്ടന്റെ ബർത്ത്ഡേ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ കുട്ടാ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ കേക്കൊക്കെ മുറിക്കുമ്പോൾ ഞങ്ങളെ ഓർമ്മിക്കുക കേട്ടോ. പത്തു സൂപ്പർ ആക്കണ പരിപാടി. ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. ഹാവിങ് ഫൺ അറ്റ് 40. ഒരു വലിയൊരു ഡെക്കേഡ് കഴിഞ്ഞു. ഐ ഹോപ്പ് ദിസ് 40 to 50 will be having so much fun with Patu and Chachiji. Have fun. Bye. Happy Naughty 40. I hope you have the bestest birthday ever with the bestest people ever. And I'll see you soon once I'm in Dubai, Mr. Shitaki Nambudri. Okay, have a good day. Bye. Hi Jen, happy 40th birthday. You're 40 years old, but it's okay, you're still handsome. I love you so much, you know that. I love you more than I love you. Thank you for loving me. Thank you for taking care of me. Thank you for marrying me. And also thank you for teaching me new things. And also making me post. Happy birthday Acha once again. I love you so much. Hi Mr. 2. Happy birthday. Happy 40th birthday. ഞാൻ എന്താ പറയണ്ടേ, എനിക്കിങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു എന്താ പറയുക പ്രിപ്പയർഡായിട്ട് സംസാരിക്കാനും അതൊക്കെ ഒരിത്തിരി ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ എനിക്കത് അറിയില്ല. ഒരുപാട് പേര് മെസ്സേജസ് നമുക്ക് കുട്ടീൻ്റെ വിഷസ് ത്രൂ അയച്ചത് കുട്ടൻ കണ്ടുല്ലോ. അവരുടെ ടൈമും അവരുടെ ടൈം എടുത്ത് അവരത്ര എഫേർട്ട് ഇട്ടിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോസ് വന്നിട്ടുണ്ട്. 40 വയസ്സായി. ആൻഡ് അതിൽ 10 കൊല്ലം നമ്മൾ ഒരുമിച്ച്. നമ്മുടെ ഒരു ജേർണി അത്ര ഈസി അല്ലായിരുന്നു. നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മളിപ്പോഴും ഒരുമിച്ചായിരുന്നു. വി സപ്പോർട്ടഡ് ഈച്ച് അതർ സോ വെൽ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം സോറി ഞാനെന്തിനാ കരയണേ. എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ പറ്റട്ടെ. ലെറ്റ് ഇറ്റ് ഓൾ കം ട്രൂ. അതിന് എനിക്ക് പറ്റുന്ന എല്ലാം ഞാൻ ചെയ്തു തരും. ബിക്കോസ് ഐ ലവ് യു സോ മച്ച് ആൻഡ് യു വെരി വെരി സ്പെഷ്യൽ ടു മീ ആൻഡ് യു നോ ദാറ്റ്. 40 വരെ നല്ലതായിരുന്നെങ്കിൽ നമുക്ക് 40 to 80 നമുക്ക് അടിപൊളിയാക്കണം.
സ്പെൻഡ് ചെയ്യണം, കുറേ വർത്താനം പറയണം. ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. സോ ഇതൊക്കെ നമുക്ക് ചെയ്യണം. ബിക്കോസ് ബൈ, ഐ ലവ് യു.